അപ്പോൾ ഇതൊരു ഇതേപോലെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഉള്ളൊരു അനുഭവമാണ്. പേപ്പർ ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഫസ്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ജാക്കറ്റും ആ കാണുന്ന ഒരു ഷൂ മാത്രമേ ഇവിടെ വരുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ UK-ന്ന് വാങ്ങിച്ചൊരു സംഭവമാണ്. അതായത് ഒരു സ്പ്രിങ് സമ്മറിഷ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ്. കൂടുതൽ വെള്ളം വീണാൽ ഞാൻ നനഞ്ഞു പോവും. അതേപോലെ തന്നെയാണ് ആ ഷൂ ഉള്ളത്. അപ്പോൾ ഇതിട്ടിട്ടായിരുന്നു എല്ലാ സ്ഥലത്തേക്കുള്ള ഓട്ടം. അപ്പോൾ ഇവിടുത്തെ വെതർ അന്ന് വന്ന സമയത്ത് മഴയായിട്ട് കുറേ ആയിരുന്നപ്പോഴും ഈ ഷൂവിൻ്റെ സാധനങ്ങളൊക്കെ പൊളിഞ്ഞ് ഓട്ടയാവും ഓൾറെഡി. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അവിടെ ചെയ്ത പശ ഒട്ടിക്കലും ഇൻസുലേഷൻ ടേപ്പ് കെട്ടിവെക്കലും പിന്നെ കാലിൻ്റെ ഉള്ളിൽ കൂടെ കവറൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ അന്നൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇതേപോലെ തന്നെ നല്ല ഹെവി സ്നോ പെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല മഴ. അപ്പോൾ സ്ലഷി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് പേപ്പർ ജോലി സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. അത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് 1-2 ആഴ്ച ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഇതേപോലെ തന്നെ പുലർച്ചെ 3 മണിക്ക് പോയ സമയത്ത് നല്ല അടിപൊളി മഴ പെയ്തു, നല്ല തണുത്ത എന്താ പറയുക. ആ സമയത്ത് ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് പുതിയ ഡിസ്ട്രിക്റ്റും കൂടി എനിക്ക് കിട്ടിയതാണ്. കാരണം ഞാൻ പുതിയ ഡിസ്ട്രിക്റ്റ് കയറിയിട്ട് എനിക്ക് ഡിസ്ട്രിക്റ്റ് തന്നെ ഓരോ ഏരിയകളാണ് കേട്ടോ. അപ്പോൾ അതൊരു വലിയ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മൾ പേപ്പറൊക്കെ ഇടുന്ന എല്ലാവർക്കും അറിയാം ഡിസ്ട്രിക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ പേപ്പർ ഇടുന്ന സ്ഥലങ്ങളിൽ കുറച്ച് വലിയ സ്ഥലമായിരുന്നു. അപ്പോൾ അന്ന് പുതിയതായതുകൊണ്ട് ഫോണിൽ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകണം. അപ്പോൾ അന്ന് നല്ല മഴയും പെയ്തു. മഴ പെയ്തപ്പോൾ ഈ ഷൂവിൻ്റെ എന്താ പറയുക ഇത് കൂടെ എല്ലാം വെള്ളം കയറി. അന്നൊരു 8 മണി 8:30 ആയി അന്ന് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ. തീർത്ത് വരുന്ന കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വലത്തെ കാലെനിക്ക് ഫീൽ ചെയ്യണില്ല ഒന്നും. കാലിൻ്റെ അടിഭാഗം വെച്ചാൽ ഒരു എന്താ മരത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കണ പോലെ, അല്ലെ കല്ലിൻ്റെ ഒരു ഫീൽ, അങ്ങനെ ഒരു ഫീലിങ് ഒന്നും ഫീൽ എന്താണ്. അപ്പോൾ ഞാനിങ്ങനെ നടക്കണായിട്ട് ഒരു വേറെ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്ന അന്ന് അവർ കാറിൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വന്ന് ചോദിച്ചാൽ എന്ത് പറ്റി, ഇങ്ങനെ നടക്കണേ. ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല, കാല് ഫീൽ ചെയ്യണില്ല. അപ്പോൾ പാൻറ്റും അന്ന് പൊന്തിച്ചു, സോക്സും അത് ഊരി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വേഗം ചൂടുവെള്ളത്തിൽ കാലിടാൻ പറഞ്ഞു. കാരണം നോക്കിയപ്പോൾ എന്താ കാലിൻ്റെ അടി വിറങ്ങലിച്ച് എന്താ പറയുക, ഒന്നും തൊട്ടാലും ഒന്നും ഫീൽ ചെയ്യണം. നമുക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം, അത് തണുപ്പിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് കാലിൻ്റെ മുകളടിച്ച് കഴിഞ്ഞാലുള്ള ഫീലിംഗ് എന്നാണല്ലോ. അപ്പോൾ അവർ അവിടെ കൊണ്ട് ചൂടുവെള്ളത്തിലൊക്കെ കാല് വെക്കാൻ പറഞ്ഞിട്ട് അവർ ഒരു ടവലെടുത്ത് കൊടുന്ന് മെല്ലെ ചൂടുവെള്ളത്തും അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു. അവൻ്റെ പറഞ്ഞു നിൻ്റെ സൈസ് എത്രയാണ്, നിനക്ക് വേറെ ഷൂ ഇല്ലെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു ഷൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈസ് 9 ആണ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ സൈസ് 8 ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് കൊണ്ടുതരാൻ തരാം. എന്നിട്ട് അത് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു ഷൂ പോലും വാങ്ങാൻ ഒരു എന്താ പറയുക ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത്രയും അതാണ് ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല ഒരിക്കലും. ഇപ്പം വലിയ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്, ഒരു അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം ഒരിക്കലും വന്നിട്ടില്ല. ഈ സ്വീഡനിൽ വന്നിട്ടാണ് ഇത്രയും ഇത്രയും പല ലൈഫ് എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് കേട്ടോ. പല ലൈഫ് എക്സ്പീരിയൻസും പല സ്ഥലങ്ങളിലും പോയിട്ട്, ഇപ്പോൾ UK ആണെങ്കിലും ഗൾഫാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും മലേഷ്യ അവിടെയൊക്കെ പോയിട്ട് ഇത്രയ്ക്കും ഇല്ല. അന്ന് പൈസ ഉണ്ടായിരുന്നു കയ്യിൽ, അതായിരുന്നു മെയിൻ സംഭവം. ഇവിടെ വന്നപ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ഇവിടെ വന്നിട്ടാണ് പല ലെസൺസും പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ വിചാരിച്ചൊരു സംഭവമായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം പൈസ കയ്യിൽ വരുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമുള്ള എല്ലാ ഷൂവും മെയിൻ കമ്പനികളുടെ എല്ലാ ഷൂവും ഞാൻ വാങ്ങും എന്നുള്ളൊരു ഇത്. അത് ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം. നമുക്ക് എന്താ പറയുക ഒരു വിഷൻ ബോർഡ് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ തന്നെ ഇതിനെ ബീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡിസിഷൻ എന്താ പറയുക ഇപ്പോൾ അനുഭവിച്ച ആ സംഭവത്തിന് തിരിച്ച് മറുപടി കൊടുക്കണം എന്നുള്ളത് ഒരു ഫസ്റ്റ് സാലറി വരുമ്പോൾ ചെയ്യാമെന്നാണ്. പക്ഷെ അത് നടന്നില്ല. അതാണ് ഇന്നത്തെ വീഡിയോ. അത് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഓക്കെ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ വിചാരിച്ച പോലെ ഒറ്റ ബൈ ഓക്കെ, ഒറ്റ ബൈയിൽ എനിക്ക് ആഗ്രഹമുള്ള ഷൂകളൊക്കെ വാങ്ങണം. അപ്പോൾ നമുക്ക് ഷൂകളൊക്കെ നോക്കാം. ഓക്കെ, അത് ഇപ്പോഴാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതും കൂടി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഞാൻ ഇത് ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത്
ഇത്രയും ഷൂ വാങ്ങിയത്. ബിക്കോസ് അതിൽ ഒരുപാട് വർഷങ്ങൾക്ക് ബാക്കുള്ളൊരു റീസണും കൂടി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഞാൻ ബാസ്കറ്റ് ബോളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഞാൻ ബാസ്കറ്റ് ബോളിൽ. ഞാൻ കേരള ടീമിനെ വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. SLCക്ക് അതിന് 60 മാർക്ക് എക്സ്ട്രാ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മധ്യപ്രദേശിലെ ഗുണ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേരള ടീമിനെ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ അന്നൊക്കെ കളിക്കുമ്പോഴും ഈ നമുക്ക് അന്നൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കാം, ഈ ഷൂവിൻ്റെ അടിയിൽ മറ്റെന്താ ടയർ വെച്ച് പിടിപ്പിക്കുക, ഹോളുള്ളതൊക്കെ ഇടയ്ക്ക്. അപ്പോൾ അന്നൊന്നും ഒരുപാട് പേര് കളിക്കാനൊക്കെ പോകുമ്പോഴും ഈ നൈക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ഷൂ ഇട്ട് കളിക്കുമ്പോൾ അതൊക്കെ അന്ന് ഭയങ്കര എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ ആണ് നമുക്ക് ഓടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എന്താ പറയുക ഈ ടയറിൻ്റെ സാധനം അടിയിലിട്ട് കളിക്കുമ്പോൾ നമുക്ക് മുട്ടിനൊക്കെ ഭയങ്കര വേണം. അപ്പോൾ അന്നൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയായിരുന്നു 500 രൂപയായിരുന്നു അന്നൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റിയായിരുന്നത്. കാരണം അതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ ആവില്ല, കുറച്ച് കാലമൊക്കെ ഓടിക്കോളും. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അന്നും ഇതേപോലെ വിചാരിച്ചു നമുക്ക് നൈക്കും ഇതേപോലെ റീബോക്ക് ഒരുപാട് കമ്പനികളുടെ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഷൂകൾ എടുത്ത് യൂസ് ചെയ്യണം എന്നുള്ളൊരൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും ഒരു എമൗണ്ട് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇതിപ്പോൾ നല്ലൊരു എമൗണ്ട് ആയി, അപ്പോൾ ഞാനിത് പറയണില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മനസ്സിൽ കെടുക്കണോണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ആകണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു റീസൺ കാണിച്ചത്, എനിക്ക് ഇതേപോലെ ഒരുപാട് പ്ലാൻസ് ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്, മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തതുണ്ട്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് കാറ് വാങ്ങാം, വീട് വാങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല, നമ്മൾ ലൈഫിൽ ഇപ്പോൾ വേറെ എന്താണെങ്കിലും ഇതേപോലെ ഗോളുകൾ സെറ്റ് ചെയ്യുക. സമയം എടുത്തോട്ടെ, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലീസ്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കത് കിട്ടാമെന്നുള്ളൊരു ചാൻസ് വരാം. അപ്പോൾ അന്ന് ഇപ്പോൾ അതേപോലെ ആ സമയങ്ങളിൽ നമ്മളിപ്പോൾ ആലോചിക്കുക ഇപ്പോൾ നമുക്ക് നടക്കില്ല എന്നുള്ള വിചാരിക്കും. പെട്ടെന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അടുത്ത ഗോൾ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഒരു എനർജി കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കണം ഇത് ഷൂ കാണിക്കാനുള്ള ഒരു ഇതല്ലേ, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ വിചാരിക്കാം. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വിചാരിക്കാം. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ഇറ്റ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇഫ് യു പ്രോമിസ് എന്തെങ്കിലും നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ പെയിനാണ് നിങ്ങളുടെ ലൈഫ് പലപ്പോഴും ചേഞ്ച് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് അങ്ങനെയാണ് എല്ലാതും. ഓക്കെ, അങ്ങനത്തെ പെയിൻ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുള്ളതായിരുന്നു. കാരണം ഇപ്പം ഇതിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു എമൗണ്ട് അല്ല. ഞാൻ ഇനി അടുത്ത സംഭവം ഇതേപോലെ ചിന്തിക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഇത്രേൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കുഞ്ഞും പറഞ്ഞു. പക്ഷേ അല്ലേ, അത് പൈസയല്ല അതിൽ പ്രാധാന്യം. എനിക്ക് ഇപ്പം ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാനത് എന്നോട് തന്നെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് ലോങ്ങിൽ എനിക്കൊരു ഷൂ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ. ആവശ്യമുള്ളതെല്ലാം വാങ്ങി. അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം വാങ്ങി കാണിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളോട് തന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങളത് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തി കൊടുക്കണം. ഒരു ടൈം പീരീഡ് വെക്കണം. ആ ടൈം പീരീഡ് വെച്ച് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇതാണ് ഉദ്ദേശം. ഒരു ജോലി കിട്ടിയ 1 വർഷം, പക്ഷേ 4-5 വർഷം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, എത്ര ടൈം എടുത്താലും ആസ് ലോങ് ആസ് ഞാൻ ആ എയിം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഹൗ അത് നടക്കുന്നുള്ളത് കാര്യം ഉറപ്പാണ്. ഇങ്ങനത്തെ സംഭവം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ പെയിൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല, ആ പെയിൻ ഒരിക്കലും മാറാത്ത ആ പെയിൻ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അതിങ്ങനെ നീറിയിരിക്കണം. ഓക്കെ, ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള വേറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ പല വീഡിയോകളിലായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഇത്രയും വരെ ഈ വീഡിയോ കണ്ടിരുന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഇതേപോലെ തന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എന്തോ സംഭവം നിങ്ങളിലുണ്ട്. അതിനെ ടൈം പീരീഡ് കൊടുക്കുക, വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്കും ഉണ്ട്. അത് രണ്ടും ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല. ഓക്കെ, ടൈം കൊടുക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് അച്ചീവ് ചെയ്യാൻ പറ്റും.
പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ അഡ്വൈസോ, നമ്മൾ അഡ്വൈസ് ചെയ്യാൻ ആരുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ തരാൻ പറ്റും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വിളിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഷെയർ ചെയ്യും, മറ്റുള്ളവരായിട്ട് സംസാരിച്ച് നോക്കുക. നമ്മൾ അതാണ് മെയിൻ പ്രശ്നം. ആർക്കും എന്താ മറ്റുള്ള ഒരാളിനെ കേൾക്കാനോ അവരോട് കാര്യങ്ങളും സംസാരിക്കാനോ സമയമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ജോലി കിട്ടാൻ. അപ്പോൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എന്നും കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഇനിയിപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വേണ്ട, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കൂ. ഓക്കെ, ഇപ്പോൾ പലർക്കും ഇപ്പോൾ ഇവിടെ വന്നുള്ള പലർക്കും ഇപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെ ജോലി കിട്ടും, എങ്ങനെ ഫ്രണ്ടിലേക്ക് പോകും എന്നുള്ളതൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി എടുത്ത് മാറ്റുക ഫസ്റ്റ് തന്നെ. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയാം. അതായത് നമ്മൾ എന്ത് കൂടുതൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അതായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മെൻറ്റോറിൽ നിന്ന് പഠിച്ചുള്ള ആ സംഭവങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ അപ്പം തന്നെ റിസൾട്ട് വരെയല്ല കണ്ടോ. റിസൾട്ട് വരുന്നത് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത് നമുക്ക്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ദിവസം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ആ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക. അത് ഞാൻ വേറെ വീഡിയോകളിലൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളൊരു 5 വർഷത്തേക്കുള്ള എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു എന്താ പറയുക നമ്മുടെ ലൈഫും നമ്മുടെ എന്തൊക്കെ പ്ലാനുകളുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇരുന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം, ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്കിപ്പോൾ ഡൗൺ ടൈം ആയിരിക്കാം. നമ്മൾ മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പറയില്ലേ, അതായത് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു കയറ്റമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുക ദെയർ ഈസ് എ സ്ലോപ്പ് ഈസ് കമ്മിങ് എന്നുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ സ്ലോപ്പ്, അതായത് നമ്മൾ ഈസി ആയിട്ട് ലൈഫ് പോകുന്ന ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുക ഒരു കയറ്റം വരും എന്നുള്ളതും. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതായിരിക്കില്ലേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ലൈഫ്. അപ്പോൾ എൻ്റെ ലൈഫിലേക്കുള്ള സെറ്റിങ്ങും പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോകളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇതൊന്നും എക്സാക്ട്ലി ഫോളോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ദെൻ യു ടേക്ക് യുവർ ഓൺ എന്താ പറയുക ഐഡിയാസ്. ഇതിന്ന് മറ്റുള്ളതെന്നും എല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നല്ലൊരു ലൈഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ വന്ന സ്റ്റുഡൻ്റായി വന്നുള്ള എല്ലാവർക്കാണ്. എനിക്കറിയാം നിങ്ങൾ കടന്നു പോകുന്ന പെയിൻ എന്താണെന്നുള്ളതും ഒരു ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളതെല്ലാം നന്നായി അറിയാം. ഓക്കെ, ഡോണ്ട് ഗിവ് അപ്പ്, ടഫ് ടൈമാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ വേണ്ടത് കിട്ടില്ല എന്നുള്ളതിലല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർക്കുള്ള പ്ലാൻ എന്താണെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വിഷമിച്ചിരിക്കാതെ, വിഷമം ഉണ്ടാകുന്ന അറിയാം, എന്നാലും പറയാണ് ഗുഡ് ടൈംസ് ആർ കമ്മിങ്. ഓക്കെ, സ്റ്റേ ഫോക്കസ്, സ്റ്റേ സ്ട്രോങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ പല കാര്യങ്ങളിലുള്ള സംഭവങ്ങൾ വേറെ വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോകളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ ഫ്രം റെയിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. ബൈ.